രാജസ്ഥാനിലെ ജയ്സൽമേറിൽ യുദ്ധവിമാനം തകർന്നു വീണു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനമാണ് പരിശീലന പറക്കലിനിടെ തകർന്നു വീണത്. 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, അപകടം എങ്ങനെ സംഭവിച്ചു? പൈലറ്റുമാർ സുരക്ഷിതരാണെന്നത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? ആശ്വാസമാണോ? ആശ്വാസമാണ്. ഈ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ് എന്നുള്ള കാര്യം വ്യോമസേന തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ അപകടം ഉണ്ടാകുന്നതിന് മുൻപ്, തൊട്ട് മുൻപ് തക്ക സമയത്ത് തന്നെ 2 പൈലറ്റുമാർക്കും ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ് എന്നുള്ള കാര്യം വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുറത്തുള്ള ഈ സുരക്ഷിതരായി തന്നെ ഇരിക്കുന്ന പൈലറ്റുമാരുടെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണമില്ല. അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഇപ്പോൾ വ്യോമസേന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശീലന പറക്കലിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് വ്യോമസേനയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു കോളേജ് ഹോസ്റ്റൽ പരിസരത്ത് ഈ തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുകയായിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനമാണ്. 23 വർഷം മുൻപ് ഈ വിമാനത്തിൻ്റെ ആദ്യ പറക്കലിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനം തകരുന്നത്. അതായത് 23 വർഷത്തെ ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ ഈ യുദ്ധവിമാനം ഇതുവരെയും തകർന്നിട്ടില്ല എന്നുള്ള സേഫ്റ്റി കൂടിയാണ് ഇതിനോടകം തന്നെ മാറിയിരിക്കുന്നത്. ആദ്യമായി തേജസ് വിമാനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. പക്ഷേ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. അവർക്ക് തക്ക സമയത്ത് തന്നെ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ജയ്സാൽമീറിലെ ജവഹർ നഗറിൽ വെച്ചാണ് ഈ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടത്, തകർന്നു വീണത്. അതായത് പോഖ്രാനിൽ നമ്മുടെ പ്രധാനമന്ത്രി ഭാരത് ശക്തി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും 100 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആദ്യം ഈ ഭാരത് ശക്തി പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ ഉള്ള വിമാനം തകർന്നതാണ് എന്നുള്ള കാര്യത്തിലടക്കം സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ പരിശീലനത്തിനിടയിൽ തന്നെ മറ്റൊരു തേജസ് വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്, അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യം വ്യോമസേന തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും 2 പൈലറ്റുമാരും സുരക്ഷിതരാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അവരുടെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിലകം തന്നെ നമുക്ക് വ്യക്തമാകും. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ ജയ്സൽമേറിലാണ് യുദ്ധവിമാനം തകർന്നു വീണത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനമാണ് പരിശീലന പറക്കലിനിടെ തകർന്നത്. 2 പൈലറ്റുമാരും സുരക്ഷിതരാണെന്നുള്ളത് ആശ്വാസമാണ്.